സഭയുടെ കർമ്മനിരതമായ ആത്മീക പ്രസ്ഥാനമാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ യോജന പ്രസ്ഥാനം. പരിശുദ്ധ പരമര കൊച്ചുതിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് മലങ്കര സഭയിലെ അഭിമന്യ പിതാക്കന്മാരുടെയും രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരുടെയും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹാസംഗമത്തിലേക്ക്, അനുമോദന സമ്മേളനത്തിലേക്കും ഏവരെയും ഒരിക്കൽ കൂടി സാദരം സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ സമ്മേളനം ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി ഗായക സംഘത്തെ ക്ഷണിക്കണം. ഈ അനുഗ്രഹീത സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ഓർത്തഡോക്സ് ക്രൈസ്തവ യോജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി റവറൻഡ് ഫാദർ ടി വൈ ജോസഫിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
അറിയിക്കുന്നുണ്ട്. യുവജന പ്രസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ ആലയത്തിനുള്ളിൽ കടന്നിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തകരും ഈ ആലയത്തിനുള്ളിലേക്ക് കടന്നിരിക്കണം എന്നുള്ള കാര്യം അഭ്യർത്ഥിക്കുകയാണ്. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റും ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിമന്യ യൂഹാനൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ, മലങ്കര സഭയുടെ യുവജനങ്ങളുടെ ആവേശവുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്ത തിരുമനസ്, ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയമുള്ള ഏവരുമേ, പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന പരിമലയുടെ മണ്ണിൽ ഓർത്തഡോക്സ് സഭയുടെ യുവജനങ്ങൾക്ക് ഒന്നിച്ചുകൂടുവാൻ ഇടയാക്കിയ ഈ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ വൈകിട്ട് കൊടിയേറ്റിന് ശേഷം 5 മണിയോടുകൂടി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 144 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ പ്രാർത്ഥന പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ ആദ്യകാല വസതിയായ അഴിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ വിവിധ ഭദ്രാസനങ്ങളിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ സമയം ക്രമീകരിച്ചെത്തി അഖണ്ഡ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നു എന്നുള്ളത് തന്നെ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുഗ്രഹകരമായി ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ചൈതന്യമായി ഞങ്ങൾ കാണുകയാണ്. സഭയുടെ യുവജനങ്ങൾക്ക് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പുണ്യമുള്ള ഈ സന്നിധിയിൽ ഒന്നിച്ചുകൂടുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യമാണ്. എല്ലായ്പ്പോഴും പരിമല കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് എല്ലാ പരിപാടികളിലും പങ്കുകൊള്ളുകയും ചെയ്യുമ്പോഴും യുവജനങ്ങൾക്ക് ഒന്നിച്ചുകൂടുവാൻ അതുപോലെ ഒരു വേദി ഒരുക്കിയ പരിമല സെമിനാരിയുടെ എല്ലാ ചുമതലപ്പെട്ടവരോടുമുള്ള സ്നേഹാദരവുകൾ, ബഹുമാനാദരവുകൾ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ യുവജനങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ യുഗത്തിൻ്റെ കാലയളവിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ആധുനിക കാലയളവിൽ സഭയുടെ യുവജനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങളിലൂടെ സഭയ്ക്ക് വേണ്ടി യുവജനങ്ങളെ സംഘടിപ്പിക്കുകയും ശക്തരാക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കടന്നു വരുന്നത്. ഈ ഒക്ടോബർ മാസം തന്നെ ഗൾഫ് മേഖലയിലുള്ള യുവജനങ്ങളുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മ ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഇടവഴിയിൽ വെച്ച് മരുഭൂമിയിലെ പരിമല എന്ന പേരിൽ മലങ്കര സഭയിൽ അറിയപ്പെടുന്ന ഷാർജ ഇടവഴിയിൽ വെച്ച് കൂടുകയുണ്ടായി. 1200-ലധികം യുവജനങ്ങൾ ഗൾഫ് മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആ സമ്മേളനത്തിൽ പങ്കുകൊണ്ടു എന്നുള്ളത് യുവജന പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും ചൈതന്യവും വിളിച്ചോതുന്ന ഒരു സമ്മേളനമായിരുന്നു. അങ്ങനെ യുവജന പ്രസ്ഥാന സഭയിൽ എല്ലായിടത്തും അതിശക്തമായി പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. മലങ്കര സഭയുടെ യുവജനങ്ങൾക്ക് നാളത്തെ സഭയെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നാളത്തെ സമൂഹത്തിൻ്റെ മുൻനിരയിലായിരുന്നുകൊണ്ട് ഈ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ എവിടെയും ഒന്നിച്ചുകൂടുന്നത്. നാളുകളിൽ മലങ്കര സഭ എന്തായിരിക്കണം, ഈ സമൂഹം എന്തായിരിക്കണം എന്നുള്ളതൊക്കെയും ഓരോ യുവജന സമ്മേളനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. സമൂഹത്തിൽ തിന്മയും പാവവും അഴിമതിയും ഒക്കെയും വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ മലങ്കര സഭയുടെ യുവജനങ്ങൾക്ക് നേർദിശയിലേക്കുള്ള ഒരു പ്രയാണം ആവശ്യമായിരിക്കുന്നുള്ള ഒരു ബോധ്യമാണ് ഇതുപോലെയുള്ള യുവജന സമ്മേളനങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നതും വിളിച്ചോതുന്നതും. ഈ സമ്മേളനത്തിൽ ആഗതരായിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് അഭിമന്യ യൂഹാനൻ മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ് കൊണ്ടാണ്.
ഗൾഫ് മേഖലയിലുള്ള യുവജന സമ്മേളനം കഴിഞ്ഞ് ഇന്നലെ മാത്രമാണ് അഭിമന്യ തിരുമനസ് മടങ്ങിയെത്തിയത്. ഇന്നലെ തന്നെ പരിമലയിലെത്തി യുവജനങ്ങൾ നേരിട്ട് നേതൃത്വം നൽകുന്ന എണ്ണ പ്രാർത്ഥനയിൽ ഉദ്ഘാടനം ചെയ്യുവാനും യുവജനങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുവാനും അഭിമന്യ തിരുമനസ് സന്മനസ് കാണിക്കുന്നു. വളരെയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള അങ്കമാലി ഭദ്രാസനത്തെ മലങ്കര സഭയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ യോഹന്നാൻ പുളിക്കപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി യുവജനങ്ങൾക്ക് ഇതിന്റെ നേർനിരയിൽ നിൽക്കുന്നവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുന്നു. പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിമന്യ യോഹന്നാൻ പുളിക്കപ്പോസ് മെത്രാപ്പൊലീത്തയെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ബഹുമാന ആദരവുകളോടും കൂടി ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. മലങ്കര സഭയുടെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ ഇടയനായി നിന്നുകൊണ്ട് പുതിയ ഭദ്രാസനത്തിന്റെ ബാലാരിഷ്ടതയിൽ നിന്നൊക്കെയും ഭദ്രാസനത്തെ ഉദ്ധരിച്ച് സ്വന്തമായ ഒരു ആസ്ഥാന മന്ദിരമൊക്കെയും പൂർത്തീകരിച്ച് ബാംഗ്ലൂർ ഭദ്രാസനത്തിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിമന്യ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്ത തിരുമനസ് മലങ്കര സഭയുടെ യുവജനങ്ങളുടെ ഒരു ആവേശമാണ്. കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തുമുള്ള യുവജനങ്ങൾക്ക് എപ്പോഴും നേരിട്ട് സംസാരിക്കുവാനും ഇടപെടുവാനും സഭ നൽകിയിരിക്കുന്ന ഒരു യുവ മെത്രാപ്പൊലീത്തയാണ് അഭിമന്യ എബ്രഹാം മാർ സറാഫി തിരുമനസ്. തിരുമനസിന്റെ സാന്നിധ്യം ഈ സമ്മേളനത്തിന് വളരെ ശക്തി പ്രദാനം ചെയ്യുന്നു. അഭിമന്യ തിരുമനസിനെ മലങ്കര സഭയുടെ ഏറ്റവും ജൂനിയർ ആയിരിക്കുന്ന യുവഹൃദയമുള്ള അഭിമന്യ എബ്രഹാം മാർ സറാഫി മെത്രാപ്പൊലീത്ത തിരുമനസിനെ ഈ സമ്മേളനത്തിലേക്ക് ഭക്തിയാദര പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് ഇവിടെ യുവജന സന്ദേശം നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന ശ്രീ ഷെയ്ഖ് പി ഹാരിസ് അവറുകളെയാണ്. സോഷ്യലിസ്റ്റ് ജനതയുടെ സെക്രട്ടറി ജനറലായി പ്രവർത്തിക്കുകയും MSM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ ഷെയ്ഖ് പി ഹാരിസ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യുവജനങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒന്നാണ്. നാളുകളിൽ കേരള രാഷ്ട്രീയത്തിലെ നല്ല നേർനിരയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തെ നയിക്കുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഷെയ്ഖ് പി ഹാരിസിനെ വളരെ സന്തോഷത്തോടുകൂടി ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ പരിമല യുവജന സംഗമത്തിന്റെ നാമത്തിൽ വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം കടന്നു വരുന്നത് കേരളത്തിന്റെ ആരാധ്യനായ KPCC പ്രസിഡന്റും മുൻ മന്ത്രിയും MLA-യുമായിരിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവറുകളാണ്. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഓർത്തഡോക്സ് സഭയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സഭയോട് ചേർന്ന് സഭയ്ക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ നൽകുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം ഈ സമ്മേളനത്തിന് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുതയാണ്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ വളരെ വിനയപുരസ്സരം കേരള KPCC പ്രസിഡന്റിനെ വളരെ വിനയപുരസ്സരം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് പരിമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഔഗൻ റമ്പാച്ചനെയാണ്. ഔഗൻ റമ്പാച്ചനാണ് ഈ പരിപാടികൾക്കൊക്കെയും ആവശ്യമായ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മോടൊപ്പം ഉള്ളത്. എല്ലാ പരിപാടികളിലും നമ്മോടുകൂടെ ഉണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട ഔഗൻ റമ്പാച്ചനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ ജോൺ തോമസ് അവറുകളെയാണ്. ആലപ്പുഴ ജില്ലയുടെ പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന ശ്രീ ജോൺ തോമസ് വാട്ടർ അതോറിറ്റി ബോർഡിന്റെ അംഗമായും പ്രവർത്തിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മുട്ടം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട
ജോൺ തോമസിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മാത്യൂസ് ടി ജോൺ അച്ഛനാണ്. യുവജനങ്ങളുടെ ഏതാവശ്യങ്ങളിലും യുവജനങ്ങളോട് ചേർന്ന് നിൽക്കുകയും യുവജന പ്രസ്ഥാനത്തെ അഭിനന്ദ പ്രസിഡന്റ് മെത്രാപ്പൊലീത്ത തിരുമനസിനോട് ചേർന്ന് നിന്നുകൊണ്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് ടി ജോൺ അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി പ്രസ്ഥാനത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് പ്രസ്ഥാനത്തിന്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന പ്രിനു ടി മാത്യൂസിനെയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിനു ടി മാത്യൂസിനെയും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ സ്വാഗതം ആശംസിക്കുന്നത് ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ ബാബു ജോർജ് അവറുകളെയാണ്. പത്തനംതിട്ട ജില്ലയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം ജില്ലയ്ക്ക് നൽകിയ വ്യക്തിത്വമാണ് ശ്രീ ബാബു ജോർജിന്റെ. KPCC അംഗമായും വിവിധ പരിപാടികളുടെ കൺവീനറായിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം മലങ്കര സഭയുടെ അരുമസന്താനമാണെന്നുള്ളതിൽ ഈ സഭ സന്തോഷിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തായി ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ച ജില്ലാ പഞ്ചായത്തായി പത്തനംതിട്ടയെ തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ബാബു ജോർജ് അവറുകളാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് വളരെ സന്തോഷം നൽകുന്നു. വളരെ സന്തോഷത്തോടുകൂടി പത്തനംതിട്ട ജില്ലയുടെ മുൻ പ്രസിഡന്റ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമസന്താനമായിരിക്കുന്ന ശ്രീ ബാബു ജോർജിനെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ ആദരിക്കപ്പെടുന്ന ശ്രീ ബിനോയ് ടി തോമസ്, ഡോക്ടർ ബിനോയ് ടി തോമസ് തുമ്പമൺ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര നേതൃനിരയിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനത്തിന് ആവശ്യമായ എല്ലാ നേതൃത്വവും നല്ല നേതൃത്വവും നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ബിനോയ് ടി തോമസിൻ്റെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനം നെഞ്ചിലേറ്റി റിസർച്ച് ചെയ്ത ആളാണ് ഡോക്ടർ ബിനോയ് ടി തോമസ്. ബിനോയ് ടി തോമസിനെയും ശ്രീ ബാബു ജോർജിനെയും തുടർന്ന് ഇവിടെ പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് കൂടുതൽ പരിചയപ്പെടുത്തി ആദരിക്കുന്നതാണ്. ബിനോയ് ടി തോമസ് അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ തീസിസ് സമർപ്പിച്ച അവസരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത, കാതോലിക്കറ്റും ഗ്രിഗോറിയോസും പന്നിത്തോടും ഇനി ശാസ്ത്രനാമങ്ങളിലേക്കെന്ന് പറഞ്ഞ് മലയാള മനോരമയിൽ ഒരു വാർത്ത വന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. അദ്ദേഹം മലങ്കര സഭയുടെ അഭിമാനം നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ശ്രീ ബിനോയ് ടി തോമസ് അദ്ദേഹത്തിന്റെ റിസർച്ച് പഠനം പൂർത്തീകരിച്ചത്. അദ്ദേഹത്തെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ആദരിക്കുന്നു. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി സ്വാഗതം ആശംസിക്കുന്നത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അവറുകളെയാണ്. മുൻപ് സ്വാഗതം പറഞ്ഞുവെങ്കിലും വീണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി ഇവിടെ അറിയിക്കുവാനായിട്ടുള്ളത് കൊണ്ട് വീണ്ടും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം ഈ സമ്മേളനത്തിന് വളരെ മികവ് പകരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അവരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങയുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് മലങ്കര സഭയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ വിഷമങ്ങൾ കൂടി അവസരത്തിൽ അറിയിക്കുകയാണ്. മലങ്കര സഭയെ സംബന്ധിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് അങ്ങേക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് കോലഞ്ചേരി ദേവാലയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. യാക്കോബായ വിഭാഗം കോലഞ്ചേരി ദേവാലയത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുകയും കോടതിയെ സമീപിച്ച അവസരത്തിൽ അവിടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് ആണ് ദേവാലയത്തിന്റെ മേൽ പൂർണ്ണ അധികാരമെന്ന് മുൻപ് വിധിയുണ്ടാകുകയും ചെയ്തു. ആ അവസരത്തിൽ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റാണ്. അന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് കോടതി വിധി നടപ്പാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോലഞ്ചേരി പള്ളിയുടെ മുമ്പിൽ ദേവാലയത്തിൽ സത്യാഗ്രഹം, ഉപവാസ സത്യാഗ്രഹം നടത്തിയ, സഹന സമരം നടത്തിയ സംഭവം അങ്ങേക്കറിയാം. വീണ്ടും
യാക്കോബായ വിഭാഗം കോടതിയിലേക്ക് പോയി. ഞങ്ങൾക്ക് വീണ്ടും അനുവദിച്ചു തരണമെന്ന് ഹൈക്കോടതിയിലേക്ക് പോയി. അവിടെയും പരാജയപ്പെട്ട അവസരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരാഴ്ച മാത്രം പരിശുദ്ധ കാതോലിക്കാവാവ് തിരുമനസ്സിന് 2 ആഴ്ച മുമ്പ് കോലഞ്ചേരി പള്ളിയിൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ കോടതി വിധി നടപ്പാക്കേണ്ട ഗവൺമെന്റ് കണ്ണടച്ചിരുന്നുകൊണ്ട് വിധി നടപ്പാക്കാതെ ദേവാലയം അടച്ചിടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ വീണ്ടും ചർച്ചകളിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്താണ് എന്തിൻ്റെയാണ് ചർച്ചയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന സമൂഹത്തിന് അനുകൂലമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ UDF ഗവൺമെന്റോ നിലകൊള്ളുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം അത്തരത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ഒരു സാഹചര്യം മറികടക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇടപെട്ട് നേതൃത്വം നൽകണമെന്നും കോടതി വിധി മാനിക്കാത്തവർക്ക് നേരെ കർശന നടപടികളിലൂടെ മുന്നോട്ട് പോകണമെന്നും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനോട് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ പേരിൽ ആവശ്യപ്പെടുകയാണ്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് ഇനിയും പല കാര്യങ്ങൾ വീണ്ടും അറിയിക്കുവാനുണ്ട്. ഞങ്ങളുടെ യുവജനങ്ങൾ യൂത്ത് കോൺഗ്രസിലും KSUവിലുമായിട്ട് വളർന്നു വരുന്ന അനേകം ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെയും ആ തലങ്ങളിൽ നിന്ന് ഉയർന്ന തലങ്ങളിലേക്ക് വരുമ്പോൾ DCCകളിലോ KPCCകളിലോ ഞങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങൾ വിഷമത്തോടുകൂടി അങ്ങനെ അറിയുകയാണ്. ഈ അവസരത്തിൽ ഒന്നോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഓർത്തഡോക്സ് സഭയുടെ 95% വോട്ടും ഇപ്പോൾ UDFനാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ അവസരം നാളുകളിൽ മാറ്റപ്പെടാതിരിക്കുവാൻ വേണ്ടി അങ്ങ് ഇടപെട്ട് പ്രവർത്തിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് മതിയായ പ്രാതിനിധ്യം നൽകണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ മുൻനിരയിൽ ഇരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ നോക്കിയാൽ അറിയാം. ശ്രീ ബാബു ജോർജ് ഉണ്ട്, ജേക്കബ് തോമസ്, ഇവിടെയുള്ള മുൻനിര നേതാക്കന്മാരെയൊക്കെ അറിയാം. ഞങ്ങളുടെ സഭയുടെ അരുമ സന്താനങ്ങളാണ്. ഇവരൊക്കെയും ഈ സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. പലപ്പോഴും ശ്രീ ലാൽ കൽപ്പവാടിയും വേദിയിലുണ്ട്. അങ്ങനെയുള്ളവരെയൊക്കെ മറന്ന് KPCCയും കേരള കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഇടപെടുന്നു എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ ഒരു വിഷമമായി അങ്ങയുടെ സന്നിധിയിൽ അറിയിക്കുകയാണ്. അവിടുന്ന് ഈ സഭയോട് ഔദാര്യം കാണിക്കുവാനുള്ള ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ സഭയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുവാൻ വേണ്ടി മാത്രമാണ് ആവശ്യപ്പെടുന്നത്. സഭയുടെ യുവജനങ്ങൾ ഇങ്ങനെയുള്ള ആവശ്യം അങ്ങയുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ നാളുകളിൽ ഞങ്ങൾ മറിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് ഇടപെടേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആദരണീയനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും അടുത്ത സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് ശ്രീ ലാൽ വർഗീസ് കൽപ്പവാടിയാണ്. അദ്ദേഹം ഹോർട്ടികോർപ്പ് കോർപ്പറേഷന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ അരുമ സന്താനമാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ധാരാളം വ്യക്തിത്വങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി 1-2 പേർ വന്നു ചേർന്നിരിക്കുന്നവരെ കൂടി അവസരത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ശ്രീ ബിജു മാത്യു ചെങ്ങന്നൂർ ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സജി പട്ടരുമഠം സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമ സന്താനം തുമ്പോൺ ഭദ്രാസനത്തിലെ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നേതൃത്വം നൽകിയ ശ്രീ ബാബുജി ഈശോ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര സെക്രട്ടറിമാരായിരിക്കുന്ന ശ്രീ സജി ചോളൂർ, അതുപോലെ തന്നെ ശ്രീ തോമസ് വർഗീസ് തുടങ്ങിയ കേന്ദ്ര സെക്രട്ടറിമാരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ ട്രഷറർമാരായി പ്രവർത്തിച്ച മാത്യു ടി മനോജും ശ്രീ ഉമ്മൻ ജോണും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ വിവിധ ഭദ്രാസന സെക്രട്ടറിമാരായിരിക്കുന്ന നിലക്കൽ ഭദ്രാസന സെക്രട്ടറി ബിബിൻ, അതുപോലെ തന്നെ തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി ഷിബു, നിരണം ഭദ്രാസന സെക്രട്ടറി മത്തായി ടി വർഗീസ്, ചെങ്ങന്നൂർ ഭദ്രാസന സെക്രട്ടറി ജോബിൻ തുടങ്ങിയ വിവിധ ഭദ്രാസന സെക്രട്ടറിമാരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് യുവജന മാസികയുടെ ചീഫ് എഡിറ്റർ ജോജി പി തോമസിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ മാവേലിക്കര ഭദ്രാസന വൈസ് പ്രസിഡന്റ് ബിജി ജോണച്ചൻ,
ചെങ്ങന്നൂർ ഭദ്രാസന വൈസ് പ്രസിഡന്റ് മാത്യു തുടങ്ങിയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയുടെ വളരെ അനുഗ്രഹീതനായ സന്താനമാണ് ശ്രീ ജേക്കബ് തോമസ് അരികുപുറം. പരിമേല കൗൺസിൽ അംഗമായും ഇവിടെയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീ ജേക്കബ് തോമസ് അരികുപുറമാണ്. അദ്ദേഹത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെൻഷൻ ബോർഡിന്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ ബഷീർ, KR മുരളീധരൻ മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ പരിപാടിയിൽ ഗാനങ്ങൾ ആലപിക്കുന്ന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടനാട് ഗായക സംഘത്തെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി അനിതയെ വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിതിൻ രാജ് മലബാർ അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനായിട്ടുള്ളത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള മാർ ഗ്രിഗോറിയോസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളെയാണ്. ബഹുമാനപ്പെട്ട വന്യരായ സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനികൾ ഈ സമ്മേളനത്തിന് സംബന്ധിക്കുകയും മികവ് പകരുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഈ സ്ഥാപനത്തിലെ ബഹുമാനപ്പെട്ട നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് ക്രൈസ്തവ പ്രസ്ഥാനത്തിന്റെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന യുവജനങ്ങൾ, പ്രത്യേകിച്ച് ചെങ്ങന്നൂർ, നിരണം, മാവേലിക്കര ഭദ്രാസനങ്ങൾ, അതുപോലെ തന്നെ കോട്ടയം, തുമ്പോൺ ഭദ്രാസനങ്ങൾ, കൊല്ലം ഭദ്രാസനത്തിൽ നിന്ന് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ യുവ സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരെങ്കിലും സ്വാഗതം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സ്വാഗതം ആശംസിച്ച് വസനച്ചന നന്ദി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അങ്കമാലി ഭദ്രാസനാധിപനും ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാന പ്രസിഡന്റും പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ അമരക്കാരനുമായ അഭിവന്യ യുഹാനോൻ മാർ പോളികാർപ്പോസ് തിരുമനസിനെ യോഗത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ മാന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീതമായ സദസ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, യുവജന സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്ന ഷെയ്ഖ് പി ഹാരിസ്, പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, സ്റ്റേജിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന മാന്യരായ ജനങ്ങളെ, രണ്ടു വാക്ക് അധ്യക്ഷ പ്രസംഗം പറയുന്നതിന് മുമ്പ് സ്വാഗതം പറഞ്ഞ സെക്രട്ടേറിയറ്റിന് പറഞ്ഞ ഒരു കാര്യം KPCC പ്രസിഡന്റിനോട് എഴുതിത്തരാൻ അത് ഞാനിപ്പം പറയുക. ഞങ്ങൾക്ക് ഒത്തിരി സങ്കടങ്ങൾ, ഭരണഘടനയെ മറന്ന് രാജ്യം ഭരിക്കപ്പെട്ടാൽ ഇവിടെ ഒന്നും നടക്കില്ല, അരാജകത്വം മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കോടതി വേണ്ടെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ കോടതി പിരിച്ചുവിടണം. കൈയൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള അവസ്ഥ എത്തിച്ചേരുന്നത് അപകടമാണ്. അത് ഓർത്തഡോക്സ് സഭയ്ക്കല്ല, രാഷ്ട്രത്തിന് അപകടമാണ്. അത് കൈയൂക്കെന്ന് പറഞ്ഞാൽ ഗുണ്ടായസം കൊണ്ട്, ആൾ കൂടിയതുകൊണ്ടല്ല. ഇപ്പോൾ 1970 ചില സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി തുടങ്ങിയതാണ് ആ ഒരു പ്രസ്ഥാനം, അസോസിയേഷൻ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭംഗിയായിട്ട് നന്നായിട്ട് എഴുതരും, വിരോധം കൊണ്ടല്ല, അത് ഭംഗിയായിട്ട് ശ്രദ്ധിച്ചോളൂ എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. അത് അങ്ങേക്ക് എഴുതരും. ഒന്ന്. രണ്ടാമത്, ഞങ്ങൾക്കിപ്പോൾ ഒരു 10 വർഷമായിട്ട് തോന്നി തുടങ്ങിയതാണ്, ഞങ്ങൾക്കും MLA വേണമെന്ന്. കാരണം എന്താണെന്ന് അറിയാമോ? അവരുണ്ടെങ്കിലേ അവിടെ ഒച്ച വെക്കാൻ ഞങ്ങൾക്ക് ആളാവുള്ളൂ. ഞങ്ങൾ ഇതുവരെയും ധരിച്ചിരുന്നത് ആര് MLA MP അത് നീതിനിഷ്ഠമായിട്ട് ചെയ്തോളൂ എന്നാണ് ഈ പാവപ്പെട്ട സഭ വിചാരിച്ചിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായി അവിടെ യാതൊരു നീതിന്യായവും
അവരുടെ സത്യപ്രതിജ്ഞകളെ പോലും അതിലംഘിക്കുന്ന രീതിയിൽ പെരുമാറുന്ന മന്ത്രിമാരും അത് MLA-മാരും ഈ കേരളത്തിലുണ്ട്. അത് ഈ രാഷ്ട്രത്തിന് ഭൂഷണമല്ല, അതൊരു നാശമാണ് ഉണ്ടാക്കുന്നത്. ഒന്നുകിൽ അവരെ കടിഞ്ഞാണിടുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി നടത്തരിക. ഞങ്ങളുടെ ചെറുപ്പക്കാർ വളർന്നു വരുന്നവരെ ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിൻ്റെ തലത്തിൽ വെച്ച് കട്ട് ചെയ്ത് കളയാതെ അതിന് മേലോട്ടുകൂടി കയറ്റിവിടുക എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുവാനുണ്ട്. ക്ഷമിക്കണം, സ്നേഹത്തോടെ പറയുന്നതാണ്, വന്നിരുത്തി ഉഷ്ണിപ്പിക്കുകയല്ല കേട്ടോ. നല്ല ചൂടുണ്ട്, ആ കൂട്ടത്തിൽ പ്രസിഡൻ്റ് വക ചൂടുകൂട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, സ്നേഹം കൊണ്ട് പറയുന്നതാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ യുവജന സംഗമത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. നിങ്ങളുടെ എല്ലാ പള്ളികളിൽ നിന്നും ഈ സമയത്ത് തീർത്ഥയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനുള്ള ഒരുക്കങ്ങളുടെ ഇടയിൽ ഇന്ന് ഇതിന് വന്നു ചേർന്ന് നിങ്ങളോട് നേരത്തെ തന്നെ നന്ദി പറയാതിരുന്നാൽ ഒക്കെ നീ ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണം ചെയ്യാനെന്നും എനിക്കറിയാം. അതുകൊണ്ട് തുടക്കത്തിലെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും അതുപോലെ നിങ്ങൾ ഇത്രയും പേര് വന്നവരോടുള്ളതായ കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. പരിശുദ്ധ പരിമള തിരുമേനി യഥാർത്ഥത്തിൽ നമ്മുടെ മോട്ടോയായ പ്രാർത്ഥന, പഠനം, സേവനം, ഇത് മൂന്നും ജീവിതത്തിൽ പകർത്തി തന്നതാണ്. അതാരും പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ പ്രവർത്തനത്തിൽ കാണിച്ചയാൾ. രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും തൻ്റെ കൂടെയുള്ള ഷമ്മാശന്മാർക്കും താനും കൂടി ഇരുന്ന് വേദപുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്തുകയും മറ്റ് പഠിക്കാനുള്ള അതുകൊണ്ട് മാത്രം അവസാനിക്കില്ല, പൊതുവിഷയങ്ങൾ പോലും എല്ലാ ദിവസവും ചർച്ചയ്ക്കെടുക്കുകയും പഠിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയത്. നമ്മൾ ധരിച്ചിരിക്കുന്നത് പരിമള തിരുമേനി പ്രാർത്ഥിച്ചു മാത്രം ഇരുന്ന ആളാണെന്നാണ്. പ്രാർത്ഥിച്ചു മാത്രം ഇരുന്ന ആളല്ല. അതിൻ്റെ തെളിവാണ് അന്ന് മലങ്കര മെത്രാപ്പോലീത്ത തുടക്കമിട്ട 225 സ്കൂളുകൾക്ക് അത് പണിയുവാനും നേതൃത്വം കൊടുക്കുവാനായിട്ട് അദ്ദേഹം ഓടി നടന്നു എന്നുള്ള തെളിവ്. അതിൽ ചരിത്രം സാക്ഷിക്കുന്നത്. വെട്ടിക്കലും അതുപോലെ ഇവിടെയും ആയിരുന്ന കാലത്ത് ആ സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, മാത്രമല്ല സഭയുടെ പുറത്തേക്ക് പോയി, കേരളത്തിന് പുറത്തേക്ക് പോയി പ്രവർത്തിക്കുവാനും, അത് മാത്രമല്ല സഞ്ചാര സാഹിത്യം ആദ്യമായിട്ട് പുസ്തക രൂപത്തിൽ എഴുതി ജനസമൂഹത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ പ്രിൻ്റ് ചെയ്യുവാൻ മുൻകൈ എടുത്ത ആളാണ്. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പരിമള തിരുമേനിയെക്കുറിച്ച് പറയുവാൻ കഴിയും. ഇന്ന് ഞങ്ങൾക്ക് കാറുകളുണ്ട്, കാറുകളിലൂടെ എളുപ്പം എവിടെയും പോയി എത്താം. പക്ഷെ അന്ന് അതില്ലായിരുന്നു, നടക്കണമായിരുന്നു, വള്ളത്തെ പോകണമായിരുന്നു. അതിനിടയിലും 50-52 വയസ്സുകൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തു. ഇന്ന് നമുക്ക് സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ദൈവാശ്രയബോധത്തോടെയുള്ള പ്രവർത്തനം കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നവരും ഇതിന് ചുറ്റും നിൽക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പ്രിയ മക്കളോട് നിങ്ങൾ പറയാനുള്ളത്, നിങ്ങളും ഈ 3 കാര്യങ്ങൾ വിട്ടുപോകരുത്. പ്രാർത്ഥന, പഠനം, സേവനം, ഇത് 3ഉം വേണം. നമ്മുടെ ചെറുപ്പക്കാരെക്കുറിച്ച് പൊതുവിൽ എനിക്ക് പറയാൻ ഒരു കുഞ്ഞ സങ്കടമുള്ളത്, നിങ്ങൾ പ്രവർത്തനം മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാൻ. പഠനവും പ്രാർത്ഥനയും വിട്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയം നിങ്ങളെക്കുറിച്ചുണ്ട്. നിങ്ങളിൽ പലരും മദ്ബഹായിൽ കയറുന്നവരും ഒക്കെയാണെന്ന് എനിക്കറിയാം. എന്നിരുന്നാൽ തന്നെയും പോരാ, പഠനവും പ്രാർത്ഥനയും ഭംഗിയായിട്ട് നടത്തിയാലേ നമുക്ക് ദൈവം നയിക്കുന്ന പാതയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. ദൈവം നമ്മെ നടത്തണം. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മുടെ KPCC പ്രസിഡന്റ്, ഞാനും സെക്രട്ടേറിയറ്റിനും പറഞ്ഞതുപോലെ അരാജകത്വമില്ലാത്ത, നീതിയെയും ന്യായത്തെയും ഭയപ്പെടുന്ന, മനുഷ്യനെ ശങ്കിക്കുന്നതായ ഒരു ജനതയെ വാർത്തെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നീതിയും ന്യായവുമുള്ള, ദൈവത്തെ ഭയപ്പെടുന്നതായ, മനുഷ്യനെക്കുറിച്ച് ശങ്കയുള്ളതായ ഒരു തലമുറ ഇവിടെ ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങൾ ചെറുപ്പക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥന, പഠനം, സേവനം, ഇത് നമ്മുടെ മുദ്രാവാക്യമായിട്ട് ഇരുപ്പാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും അനേകം ആൾക്കാർക്ക് പ്രസംഗിക്കാനും ഈ യോഗം കഴിഞ്ഞിട്ടും ഈ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കലൂടെ രാഷ്ട്രീയക്കാരോട്, പ്രത്യേകിച്ച്
അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ KPCC പ്രസിഡന്റിനോട്, ഞാൻ KPCC പ്രസിഡന്റ് മാത്രമല്ല, മാർക്സിസ്റ്റുകാരും അത്ര നല്ല കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു തന്നിട്ട് അവരും നമ്മളെ കളിപ്പിക്കാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെല്ലാവരും പ്രത്യേകിച്ച് KPCC പ്രസിഡന്റിനോടും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി അടിവരയിട്ടിട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ബാക്കി നിങ്ങൾ എഴുതി തന്നേക്കാം. അധ്യക്ഷ പ്രസംഗം നൽകി നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ തിരുമനസിന്റെ തൃപാദത്തിൽ വിനയപൂർവ്വം നന്ദി. ബാലജന സഖ്യത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ വളർന്ന് കേന്ദ്ര രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് KPCC പ്രസിഡന്റും ഹരിപ്പാട് MLAയുമായ ഈ നാടിന്റെ അഭിമാനം ശ്രീ രമേശ് ചെന്നിത്തല അവറുകളെ ഈ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്യുവാനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അനുബന്ധിച്ചുള്ള യുവജന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. പരിശുദ്ധ പരമല തിരുമേനിയുടെ സന്നിധിയിൽ എപ്പോഴും വരാനുള്ള ഒരു സന്ദർഭങ്ങൾ ഞാൻ പാഴാക്കാറില്ല. ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും മാനവരാശിക്ക് മുഴുവൻ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് പരിശുദ്ധ പരമല തിരുമേനിയുടെ ആത്മീയമായ സാന്നിധ്യം നമുക്കെല്ലാം പ്രചോദനവും ആശ്വാസവും നൽകുന്നു. 111ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെ പങ്കുചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. പരമല പള്ളി ഈ പെരുന്നാളും ഓരോ വർഷം കഴിയുന്തോറും ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാൽനടയായി വരുന്നവരുടെ എണ്ണം ഓരോ ദിവസവും ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരിപാവനവും പരിശുദ്ധവുമായ ഈ തീർത്ഥാടനത്തിലേക്ക് പങ്കുചേരുന്ന ആളുകൾ അവര് ഇന്നത് മധ്യതലനാളിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെ ഒരു മഹാ ചരിത്ര സംഭവമാക്കി ഈ പെരുന്നാളിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും നമ്മളിവിടെ യുവജന സംഗമം ചേരുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുകയാണ്. യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. യുവാക്കളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ലോകത്തെ മൊത്തമുള്ള ജനസംഖ്യയുടെ 25% ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്.
896 മില്യണാണ് ലോകത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇന്നുള്ളത്. അപ്പൊ അവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിനും ഒരു ജനതയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ലോകത്തിന്റെ ജനസംഖ്യയുടെ 25% ചെറുപ്പക്കാരുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന്റെ ഭാവി നിയന്ത്രിക്കാനും അതിന് നേർവഴി കാട്ടിക്കൊടുക്കാനും ചെറുപ്പക്കാരുടെ ശക്തി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, യുവാക്കളായിട്ടുള്ള ആളുകളാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അവർക്കാണ് സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശക്തി സമൂഹത്തിന് നൽകാൻ കഴിയുന്നത്. വിക്ടർ ഹ്യൂഗോ എന്ന ഇംഗ്ലീഷ് എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തലയിൽ നെരുപ്പോടുമായി നടക്കുന്നവരാണ് ചെറുപ്പക്കാർ. അപ്പോൾ ചിന്തിക്കുന്ന മനസ്സുള്ള, പുകയുന്ന തലച്ചോറുള്ള, ഏതിനോടും പ്രതികരിക്കാൻ കഴിയുന്ന, ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന, അഡ്വഞ്ചറസായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് യൗവനം എന്ന് പറയുന്നത്. ആ അവസ്ഥയെ ഫലപ്രദവും സൃഷ്ടിപരവുമായ മാർഗത്തിലൂടെ തിരിച്ചുവിടാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ പ്രശ്നം. ചെറുപ്പക്കാരുടെ കർമ്മശേഷിയെ ഫലപ്രദമായ രീതിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അത് രാജ്യങ്ങൾക്കും ജനതയ്ക്കും പ്രയോജനകരമായി മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അത് ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രങ്ങളാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് തീവ്രവാദമാണ്. തീവ്രവാദം എന്തുകൊണ്ടുണ്ടാകുന്നു? ആരാണ് ഇതിന് കരുക്കളായി മാറുന്നത്? ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും നേരിടുന്ന പ്രശ്നം തീവ്രവാദമായതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പരിശോധിച്ചാൽ ചെറുപ്പക്കാരെയാണ് ഇതിന് ആയുധങ്ങളാക്കി മാറ്റുന്നത്. തൊഴിലില്ലായ്മ കൊണ്ടും നൈരാശ്യം കൊണ്ടും സാമൂഹ്യ പ്രശ്നങ്ങൾ കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെ വളരെ വേഗത്തിൽ വഴിതിരിച്ചു വിടാനും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുമെന്നുമുള്ള വസ്തുത മനസ്സിലാക്കിയിട്ടാണ് ഈ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തീവ്രവാദമാണ്. അതിന് കരുക്കളായി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണ്, അവരുടെ ശക്തിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ ശക്തിയെ രാജ്യങ്ങളുടെയും സമൂഹത്തിന്റെയും പ്രയോജനകരമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നടപടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക്, ഓരോ രാജ്യത്തിന്റെയും മുഖ്യധാരയിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ കഴിയണം. അങ്ങനെ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. ഇപ്പൊ തൊഴിലില്ലായ്മ, ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് തൊഴിലില്ലായ്മയാണ്. ഇപ്പൊ G20 ഉച്ചകോടി റഷ്യയിൽ അടുത്ത സമയത്ത് നടക്കുകയുണ്ടായി. ലോകത്തെ വികസിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന 20 രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരാണ് റഷ്യയിൽ സമ്മേളിച്ചുകൊണ്ട്, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സമ്മേളിച്ചുകൊണ്ട് ലോക സാമ്പത്തിക സ്ഥിതിയെ പറ്റി പരിഹരിക്കുന്നത്. വ്ളാഡിമിർ പുടിന്റെ, റഷ്യൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന ആ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയം ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന തൊഴിലവസരങ്ങളെ പറ്റിയാണ്. ലോകത്തിന്റെ തന്നെ സാമ്പത്തിക വളർച്ച മുരടിക്കുന്നു. ലോകത്തിന്റെ സാമ്പത്തിക വളർച്ച 2.5 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. 2.5% ലോകത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയുമ്പോൾ അതിനാനുപാതികമായി തൊഴിലവസരങ്ങൾ കുറയും. തൊഴിലവസരങ്ങൾ കുറയുന്ന ബാധിക്കുന്ന ചെറുപ്പക്കാരെയാണ്. അപ്പൊ ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഇന്നത്തെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിൽ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ചെറുപ്പക്കാരാണ്. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയാണ് G20 ഉച്ചകോടി ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വരുമ്പോൾ വികസിത രാജ്യങ്ങളും അതിവികസിത രാജ്യങ്ങളും
അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ചെറുപ്പക്കാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയായി മാറുമ്പോൾ സ്വാഭാവികമായി പൊട്ടിത്തെറിക്കുന്ന യുവത്വം വിനാശകരമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് തടയാൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ള വിലയിരുത്തലാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ തൊഴിലില്ലായ്മയിൽ മറ്റ് സാമൂഹ്യമായ അനീതികളിലും മനം നൊന്ത് നിൽക്കുന്ന ചെറുപ്പക്കാരെ തീവ്രവാദത്തിന്റെയും മറ്റു പലതിന്റെയും വഴികളിലൂടെ തിരിച്ചുവിടാൻ കഴിയുന്നു. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഇന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണ് എന്നാണ് വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ളത് ആഫ്രിക്കയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ 50 വയസ്സിൽ 45 വയസ്സിൽ താഴെയുള്ളവരാണ്. അപ്പൊ ചെറുപ്പക്കാരുടെ കർമ്മശേഷിയെ ഫലപ്രദമായി വിനിയോഗിക്കാതെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും മറ്റ് സാമൂഹ്യമായ വിപത്തുകളുടെയും പിന്നാലെ അവർ പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ത്യ തന്നെ ഇന്ന് നമുക്കറിയാം മയക്കുമരുന്നിന്റെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ. ബംഗ്ലാദേശ്, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ആയിട്ടാണ് കാണുന്നത്. ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാണെന്നാണ് അടുത്ത കാലത്തുണ്ടായ വിലയിരുത്തൽ. അപ്പൊ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ചെറുപ്പക്കാർ വളർന്നു വരുന്ന ഇത്തരം തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കിയേ മതിയാകും. അങ്ങനെ നമ്മൾ അത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ചെറുപ്പക്കാരിൽ പുതിയ പ്രത്യാശ വളർത്തത്തക്ക നിലയിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. അവർക്ക് വളരാനും വികസിക്കാനുള്ള അവസരം ഉണ്ടാകണം. ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ വിദ്യാഭ്യാസം ചെയ്ത് വളർന്നു വരുമ്പോൾ തൊഴിലിനുള്ള അവസരമില്ലാതെ, ജീവിക്കാനുള്ള അവസരമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഇത്തരം ചിത്രശക്തികൾ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ള നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം ഇന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വിപ്ലവങ്ങൾ നടക്കുകയാണ്. ഈ വിപ്ലവങ്ങൾ ഇപ്പം അടുത്ത കാലത്ത് ഈജിപ്തിൽ കലാപമുണ്ടായി. ഈജിപ്തിലെ കലാപമുണ്ടായതിന് ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ല. ഇന്റർനെറ്റിലൂടെയും SMS-ലൂടെയുമാണ് അവിടെ വിപ്ലവം ഉണ്ടായത്. യമനിൽ വിപ്ലവം ഉണ്ടായി. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് അസ്വസ്ഥതകൾ വളർന്നു വരുന്നുണ്ട്. അതിന്റെ എല്ലാം മുന്നിൽ ചെറുപ്പക്കാരാണ്. അപ്പൊ അങ്ങനെ കടന്നു വരുന്ന ചെറുപ്പക്കാരെ ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ കണക്കിലെടുക്കണം. ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തപ്പോൾ റൈസീന ഹില്ലിൽ രാഷ്ട്രപതി താമസിക്കുന്ന റൈസീന ഹില്ലിന്റെ മുമ്പിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയത് അവരുടെ രോഷം പ്രകടിപ്പിക്കാനായിരുന്നു. അത് സോഷ്യൽ മീഡിയയുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും അമിതമായ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളാണ്. അപ്പൊ ഇന്ന് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഒരു വലിയ അളവ് വരെ നമ്മുടെ ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ നോക്കുന്നു, ഇന്റർനെറ്റ് നോക്കുന്നു, അവർ ചാറ്റ് ചെയ്യുന്നു. ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു ലോകം, ആ ലോകം ചെറുപ്പക്കാർ ഫലപ്രദമായി സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ അതിന് അനന്തമായ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അപ്പൊ ലോകം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക്, ഇന്ത്യ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ചെറുപ്പക്കാരുടെ കർമ്മശേഷിയെ ഫലപ്രദമായ മാർഗങ്ങളിലൂടെ, സൃഷ്ടിപരമായ മാർഗങ്ങളിലൂടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. വെറുതെ നമുക്ക് അവരുടെ കർമ്മശേഷി ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാകുന്നില്ല. ചെറുപ്പക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ, സാമൂഹ്യമായ അവർ നേരിടുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ ഫലപ്രദമായി നേരിടാൻ രാഷ്ട്രങ്ങൾക്ക് കഴിയണം. രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾക്ക് കഴിയണം. ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും സാമ്പത്തിക പ്രതിസന്ധികളുടെ നടുവിലാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. രണ്ടേ രണ്ട് രാജ്യങ്ങളോട് വളർച്ച പ്രാപിക്കുന്ന ഇന്ത്യയും ചൈനയും. വളർച്ച നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രണ്ടേ രണ്ട് രാജ്യങ്ങളോട് ചൈനയും ഇന്ത്യയും. ഈസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും
സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഗ്രീസ് എന്ന് പറയുന്ന രാജ്യത്തിന് നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ പുതിയ തലമുറയെ ഫലപ്രദമായ മാർഗങ്ങളിലൂടെ കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിയണം. നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയണം, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് കഴിയണം, മതങ്ങൾക്ക് കഴിയണം. ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പുതിയ തലമുറയെ കൊണ്ട് പരിശീലിപ്പിക്കണം. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന കാര്യത്തിൽ സഭകൾക്ക് വലിയ പങ്കുണ്ട്, ആധ്യാത്മിക സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്ര നേതാക്കന്മാർക്ക് പങ്കുണ്ട്, സർക്കാരുകൾക്ക് പങ്കുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ചേർന്ന് നിറവേറ്റുമ്പോഴാണ് പുതിയ തലമുറയെ അവരെ നല്ല മാർഗത്തിലൂടെ നമുക്ക് നയിക്കാനും കൊണ്ടുപോകാനും സാധിക്കുന്നു. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുള്ള വളർന്നു വരുന്ന തലമുറയ്ക്ക് അത്തരം അവസരങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ള തോന്നൽ എന്നെ പലപ്പോഴും രസിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിത് ആവശ്യം നല്ല മാർഗത്തിലൂടെ പുതിയ തലമുറയെ കൊണ്ടുപോകുക, ആയുധങ്ങൾ വെടിയാൻ അവരെ പ്രേരിപ്പിക്കുക. ഇത് ഗാന്ധിജിയുടെ നാടാണ്. ഗാന്ധിജിയിലേക്കും തിരിച്ചുപോക്കാണ് ആവശ്യം. ലോകം മുഴുവൻ ആരാധിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ആരാധിക്കുന്നു. ഗാന്ധിജി ഈസ് നോട്ട് പാസ്റ്റ്, ഗാന്ധിജി ഈസ് ഫ്യൂച്ചർ. ഭൂതകാലത്തിന്റെ ഒരു ഓർമ്മയല്ല ഗാന്ധിജി, ഭാവിയുടെ പ്രതീക്ഷയാണ്. സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയുമായ സന്ദേശം ലോകം മുഴുവൻ നൽകാൻ ഗാന്ധിജിക്ക് സാധിച്ചു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും കൂട്ടായ്മയുടെയും മേഖലയിലൂടെ കടന്നുപോകാൻ പുതിയ തലമുറയ്ക്ക് കഴിയണം. അങ്ങനെ കടന്നുപോകാൻ കഴിയണമെങ്കിൽ അവർ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ കണ്ണുടച്ചിട്ട് കാര്യമില്ല. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാകും. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിരവധി നേതാക്കന്മാരും ആത്മീയ ആചാര്യന്മാരോട് സംസാരിക്കാറുണ്ട്. ഓർത്തഡോക്സ് യുവജന സംഘം തീർച്ചയായും ഇത്തരം മഹത്തായ പ്രവർത്തനങ്ങളെ മുൻനിർത്തി പ്രവർത്തിക്കുന്നുണ്ട്. ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, അവരെ ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം കണ്ടെത്താൻ അവരെ പ്രേരിപ്പിക്കുന്നു. അവർക്ക് സാമൂഹ്യമായ അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നു. അവർക്ക് ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇതെല്ലാം ഓർത്തഡോക്സ് യുവജന സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് എന്നെനിക്കറിയാം. ഞാൻ പല പരിപാടികളിലും പങ്കെടുക്കുന്നയാളാണ്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റോടുകൂടി പ്രവർത്തിക്കാൻ കഴിയണം. സമൂഹത്തിനോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ പൗരനും ഓരോ വ്യക്തിക്കും സമൂഹത്തോട് കടപ്പാടുണ്ട്. സമസൃഷ്ടികളോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ കൂടി ഇടപെടുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഓർത്തഡോക്സ് യുവജന സഖ്യം അത്തരം മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയുള്ള അവസരങ്ങളിൽ സാധിക്കണം എന്നാണ് എനിക്കൊരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കാനുള്ളത്. ഇവിടെ അഭിനന്ദനായ തിരുമേനിയും സ്വാഗത പ്രസംഗനും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സൂചിപ്പിക്കുകയുണ്ടായി. സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സഭയ്ക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. ഞാൻ അതിന് ഒരു പരസ്യമായ ഒരു ഇതിന് ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷേ ഓർത്തഡോക്സ് സഭയുടെ വികാരം പൂർണ്ണമായി ഞങ്ങൾ ഉൾക്കൊള്ളും എന്ന് ഇവിടെ വെച്ച് പറയുന്നത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ ദേവലോകത്ത് പോയി ബാബ തിരുമേനിയോട് ഏതാണ്ട് 3 മണിക്കൂർ നേരം ബാബ തിരുമേനി ഞാൻ മാത്രമുണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചതാണ്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്ന അവസരമാണ്. തീർച്ചയായും കഴിഞ്ഞ തവണ പരിശുദ്ധ ബാബ തിരുമേനി ഓലഞ്ചേരിയിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചപ്പോൾ ആ സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ആളാണ്. തീർച്ചയായും ന്യായവും നീതിയുക്തവുമായ നിങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ ഒരിക്കലും കണ്ണടക്കില്ല. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമൂഹത്തിൽ. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സമൂഹത്തിൽ സമാധാനം നിലനിർത്തുവാനും യോജിപ്പുണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട് എന്നുള്ള വസ്തുത കൂടി എല്ലാവരും മനസ്സിലാക്കണം.
പക്ഷെ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളെല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മറ്റൊരു പ്രശ്നം, അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് പാർട്ടിയിൽ മതിയായ അംഗീകാരം നൽകണം എന്നുള്ള ആവശ്യം തീർച്ചയായും ന്യായമാണ്. കാരണം ഒരു സംശയവുമില്ല, കോൺഗ്രസിനകത്താണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായിട്ടുള്ള ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുള്ളത്. അത് ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഈ സഭയിൽ തന്നെ ഉള്ള ആളാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് മറ്റാരും കടന്നു വരരുത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ആർക്കുമില്ല. കൂടുതൽ ചെറുപ്പക്കാരെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത്തവണ അവസരം നൽകും എന്ന് വ്യക്തമായി തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവസരം കൊടുക്കും. കോൺഗ്രസ് ആരെയും മാറ്റി നിർത്തില്ല. എല്ലാ ജനസമൂഹങ്ങൾക്കും, എല്ലാ സഭാവിശ്വാസികൾക്കും, എല്ലാ മതവിശ്വാസങ്ങൾക്കും എല്ലാം അണിയുറച്ചു നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് പാർട്ടിയാണ് ഇൻക്ലൂസീവ് പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ്, പൊളിറ്റിക്കൽ പാർട്ടി. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സമഗ്രതയുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന് ബാബാതിരുമേനി എന്നോട് വിശദമായി പറഞ്ഞു എന്നുള്ളത് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിൽ മതിയായ പ്രാതിനിധ്യം വിവിധ തലങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇത്തവണ പൂർണ്ണമായി പരിഹരിക്കും എന്ന് ഞാൻ ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്ന സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എപ്പോഴും ഈ പരിമലയിൽ വരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാനിവിടെ വരുന്നത് ഒരു പ്രാസംഗികനായിട്ട് ഉദ്ഘാടകനുമായിട്ടല്ല, ഒരു തീർത്ഥാടകനായിട്ട് തന്നെയാണ് ഞാൻ ഈ പരിമലയിലേക്ക് വരുന്നത് എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ യുവജന സമ്മേളനത്തിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയത് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വാക്കുകൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ ചടങ്ങിനെ ധന്യമാക്കിയ ഈ നാടിന്റെ അഭിമാനം ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക് ആദരപൂർവ്വം നന്ദി. ഈ സമ്മേളനത്തിൽ യുവജന സന്ദേശം നൽകുന്നതിനായി ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനും സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ സമുന്നത നേതാവും ഒപ്പം മുൻ ധനകാര്യമന്ത്രി ലോട്ടറി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായിരുന്ന ശ്രീ PK കുഞ്ഞി സാഹിബ് അവരുടെ പൗത്രനുമായ ശ്രീ ഷെയ്ഖ് P ഹാരിസ് അവരുടെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യുവജന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യനായ വിഭാഗന്മാർ കോളേജ് മെട്രോപൊളിറ്റ തിരുമേനി, ഈ യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും കേരളത്തിലെ UDF പ്രസ്ഥാനത്തിൻ്റെ സാരഥിയുമായ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാവായ ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തല MLA, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന അഭിവന്യനായ ഡോക്ടർ ഇബ്രാഹിം മാർ സെറാഫി മെട്രോപൊളിറ്റ തിരുമേനി അവர்கள், ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്നവരെ പരിചയപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട ഫാദർ മാത്യൂസ് ടി ജോൺ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ ബാബു ജോർജ്, ഡോക്ടർ ബിനോയ് ടി തോമസ്, ബഹുമാനപ്പെട്ട റവൽ ഗോവിന്ദ് റംസാൻ, ബഹുമാനപ്പെട്ട ജോൺ തോമസ്, പ്രിനു ടി തോമസ്, ബഹുമാനായ ഫാദർ വിജി ജോൺ, ബഹുമാനപ്പെട്ട ഫാദർ ജോൺ ചാക്കോ, ഫാദർ ബഹുമാനായ മാത്യു എബ്രാഹിം, ബിജു മാത്യു, ജോർജി പി തോമസ്, പ്രിയങ്കരനായ ശ്രീ ജേക്കബ് ഉമ്മൻ, ശ്രീ ചെറിയാൻ വടി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കൾ, പരിശുദ്ധമായ പരിമല തിരുമേനിയുടെ 111ാം ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് ഇത്തരമൊരു ചടങ്ങിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യം. ഈ യുവജന സമ്മേളനത്തിൽ നമ്മുടെ സമൂഹത്തിലെ യുവജന സമൂഹം എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഏകദേശം ചിത്രം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് നമ്മുടെ മുമ്പാകെ വരച്ചു കാണിക്കുകയുണ്ടായി.
അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രസംഗം ഞാൻ നടത്തി. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മകൾ നമ്മൾ പുതുക്കുമ്പോൾ പരിശുദ്ധമായ തിരുമേനി ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ധാർമ്മികതയുടെയും പര്യായമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം. ഇത് KPCCയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത് ലോക ജനസംഖ്യയുടെ 25% യുവജന സമൂഹമാണെന്ന്, ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ വലിയ മാറ്റങ്ങൾ യുവജന സമൂഹം നിർവഹിക്കേണ്ട പങ്കിനെ കുറിച്ചും അദ്ദേഹം എടുത്തു കാണിക്കുകയില്ല. കേരളത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ കേരളീയ സമൂഹം വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എങ്കിലും ആ പുരോഗതിയുടെ പിന്നിലെല്ലാം ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും പിൻബലവും പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് പുതിയ തലമുറ എൻ്റെ നോട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ ധാർമ്മികതയുടെയും മൂല്യങ്ങളും നഷ്ടപ്പെടുന്ന ഒരു തലമുറയെ കണ്ടുകൊണ്ടാണ് ഇന്ന് പുതിയ ഈ സമൂഹം പുതിയ തലമുറയെ വീക്ഷിക്കുന്നത്. ഇന്ന് പുത്തൻ തലമുറ ഇന്നലകളെ കുറിച്ച് മറക്കുകയും ഇന്നുകളെ മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി പുതിയ തലമുറ മാറുകയാണ്. നമ്മുടെ കേരളം, നമ്മുടെ രാജ്യം സാങ്കേതികമായി വളരെയധികം ഉയർന്നെങ്കിലും നമ്മുടെ ധാർമ്മിക മാനവിക നിലവാരം ശുഷ്കിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട KPCCയുടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മുടെ സാംസ്കാരിക നിലവാരം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഈ യുവജന സംഗമം തന്നെ സംഘടിപ്പിച്ചു. പഴയ ചിന്തകനായിരുന്ന, കവിയായിരുന്ന, സാഹിത്യകാരനായിരുന്ന, പത്രാധിപനായിരുന്ന കൃഷ്ണവാര്യർ പറഞ്ഞതുപോലെ ഇനി എന്തുണ്ട് സമൂഹത്തിൽ ബാക്കി? നമ്മൾ കൈവരിച്ചിരുന്ന മൂല്യങ്ങൾ നമ്മെ വിട്ടുപോയി. സത്യസന്ധത പോയി, ധാർമ്മികത പോയി, സഹിഷ്ണുത പോയി, നീതി പോയി, ന്യായം പോയി. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇനി എന്തുണ്ട് ബാക്കി എന്നുള്ള ചിന്തയാണ് ഇന്ന് പുതിയ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളും സങ്കീർണമായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിലുള്ള സംഭവവികാസങ്ങൾ സൂചിപ്പിക്കുന്നതും ആ ധാർമ്മികതയെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, നിരവധി സംഭവവികാസങ്ങൾ ദിവസവും നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുക. അതിലേക്കൊന്നും വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാതാവ്, പിതാവ്, മകളെ പീഡിപ്പിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മുടെ കൺമുന്നിൽ വരുന്നു. മാതാവിനെയും അധ്യാപികമാരെയും വേറെ കണ്ണോടുകൂടി നോക്കുകയും കാണുകയും ചെയ്യുന്ന സമൂഹം തലമുറകളെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ യുവജന സംഗമം ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ യജ്ഞം, വലിയൊരു പോരാട്ടം കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട ബാധ്യതയെക്കുറിച്ച്, ഉത്തരവാദിത്തത്തെക്കുറിച്ച് നാം എല്ലാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മുടെ മുൻ രാഷ്ട്രപതി പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ തലമുറയെ ഒട്ടനവധി സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചാൽ മാത്രം പോരാ, കാണുന്ന സ്വപ്നങ്ങൾ എങ്ങനെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമേ ജീവിത ലക്ഷ്യവും ജീവിത വിജയവും നേടാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്ന പ്രവർത്തന പരിപാടികൾ നടത്താൻ
അത്തരം യുവജന പ്രസ്ഥാനങ്ങൾക്ക് കഴിയണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, പണത്തിന് പിന്നാലെ മാത്രം ഓടുന്ന ഒരു യുവതലമുറയെ നിയന്ത്രിച്ചുകൊണ്ട്, പൊള്ളയായ ജീവിതം നയിക്കാതെ സമൂഹത്തിൽ ആഴത്തിൽ ബന്ധം ഊട്ടിയുറപ്പിച്ച് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു യുവജന പ്രസ്ഥാനം വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പരിപാവനമായ ഈ പുണ്യഭൂമിയിൽ പരിശുദ്ധമായ പരിമല തിരുമേനിയുടെ ഓർമ്മകൾ പുതുക്കുന്ന അവസരത്തിൽ അവരെ പോലെ മഹാതരന്മാരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ കുറിച്ച് നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ നാം ഏവരും നടത്തുന്നതിനപ്പുറം അവരെല്ലാം ജീവിതത്തിൽ തുറന്നു കാട്ടിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ നാം എല്ലാം ഒരുമിച്ച് ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇന്ന് സമൂഹം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഇന്നത്തെ പുതിയ യുവജന സമൂഹത്തോട് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യുവജന സന്ദേശം നൽകി ഈ സമ്മേളനം ധന്യമാക്കിയ ആദരണീയനായ ഷെയ്ഖ് പി ഹാരിസ് അവർക്ക് വിനയപൂർവ്വം നന്ദി. മലങ്കര സഭയുടെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തായും വിദ്യാർത്ഥി പ്രസ്ഥാനമായ NGOs മുൻ അമരക്കാരനും യുവജനങ്ങളുടെ ആവേശവുമായ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ തിരുമനസിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദനായ ഓളിക്കർപ്പസ് തിരുമേനി, ബഹുമാന്യനായ രമേശ് ചെന്നിത്തല MLA, ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാന്യരായ വൈദികരെ, യുവ സുഹൃത്തുക്കളെ, ഭക്തിസാന്ദ്രമായ ഒരന്തരീക്ഷത്തിലാണ് ഈ യുവജന സംഗമം നടക്കുന്നത്. എല്ലാ സംഗമങ്ങളും ഒരു ഊർജം പുറപ്പെടുവിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ ഈ അന്തരീക്ഷം പുറപ്പെടുവിക്കുന്ന ഊർജത്തിൽ ഭക്തി കൂടി കലർന്നിട്ടുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തെ മാതൃകയാക്കുവാൻ, ആ ഭക്ത ജീവിതത്തെ അനുകരിക്കുവാൻ ഒക്കെയാണ് നാം ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നതും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. ഭക്തി എന്നുള്ളത് പലപ്പോഴും ഒരു തിയറിയായി മാത്രം നിലനിൽക്കുമ്പോൾ ഭക്തി ഒരു പ്രാക്ടീസാക്കി മാറ്റിയ ഒരു പരിശുദ്ധൻ്റെ പെരുന്നാളിലാണ് നാം സംബന്ധിക്കുന്നത്. പ്രസംഗിക്കുവാൻ കൊള്ളാവുന്ന ഒരു വിഷയമായി ഭക്തി മാറിയിരിക്കുന്നു. അത് ജീവിക്കുവാനുള്ളതാണ് എന്നുള്ളത് പരിശുദ്ധ പരിമല തിരുമേനി കാട്ടിത്തരികയാണ്. ഭക്തിയെക്കുറിച്ച് വളരെ നല്ല ഒരു നിർവചനം വിശുദ്ധനായ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലുണ്ട്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്നതുമാണ് ഭക്തി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഭക്തിക്ക് 2 തലങ്ങളാണ്. ഒന്ന്, വ്യക്തിപരമായ വിശുദ്ധിയുടെ ഒരു തലവും, രണ്ടാമത്തേത് സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു തലം. യുവജനങ്ങൾ സംഗമിക്കുമ്പോൾ ഈ 2 തലങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി തന്നെയാണ് എന്ന എല്ലാ മതങ്ങളും സാക്ഷിക്കും. നാം ഇന്ന് വ്യക്തിപരമായി നേരിടുന്ന പ്രധാന പ്രതിസന്ധി അത് തന്നെയാണ്. ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിച്ച് ഭക്തരായി ജീവിക്കുവാനായിട്ടുള്ളൊരു വെല്ലുവിളി. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകണം. എന്നാൽ അതിന് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തേത് ഭക്തിയുടെ തലം സാമൂഹിക പ്രതിബദ്ധതയുടെ തലമാണ്. അത് അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണ്.
ഒരുപക്ഷെ പരിമല തിരുമേനിയെ ഒരു വിശുദ്ധൻ്റെയും ഭക്തൻ്റെയും കണ്ണാടിക്കൂട്ടിലിട്ട് ആരാധിക്കുവാനായിട്ടാണ് നമുക്ക് താല്പര്യം. പക്ഷേ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്നവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നടത്തിയ പരിശുദ്ധ തിരുമേനിയുടെ പരിശ്രമങ്ങളെ പലപ്പോഴും നാം സംസാരിക്കാറില്ല, ഓർക്കാറില്ല. ഈ സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഈ 2 ചിന്തകളാണ്. ഒന്ന്, വ്യക്തിപരമായ വിശുദ്ധിയുടെ തലത്തിൽ ഒരു ഭക്തജീവിതം നയിക്കുവാൻ കഴിയും. 2, സാമൂഹ്യ പ്രതിബദ്ധതയുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുവാനായിട്ടുള്ള ഒരു പ്രതിജ്ഞ എടുക്കുക. ഇത് 2മായിരിക്കട്ടെ ഈ സമ്മേളനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകേണ്ട ചിന്ത. ഇവിടെ അഭിവന്ദ്യനായ പോളിക്കർപ്പോസ് തിരുമേനിയും ബഹുമാനപ്പെട്ട ജസ്സനച്ചനും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിന്റെ മുമ്പാകെ ചില ദുഃഖങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. എനിക്ക് എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന യുവജനങ്ങളോടാണ് എൻ്റെ ഒരു ദുഃഖം പങ്കുവെക്കുവാനായത്. ഇതുപോലെയുള്ള വേദികളിലും മീറ്റിങ്ങുകളിലും കൈയടിച്ചു പോകുവാൻ മാത്രം വിധിക്കപ്പെട്ടവരാണോ നമ്മൾ? ചില പ്രസ്താവനകൾ നടത്തുമ്പോഴും ചില മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോഴും ഊർജം സംഭരിക്കുന്ന യുവജനം. നമ്മുടെ പ്രധാന പ്രതിസന്ധി എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. കൈയടിച്ചു പോകുവാൻ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന യുവജനങ്ങളോട് ഞാൻ പറയുന്നു, ഈ സഭയ്ക്ക് നീതി ലഭിക്കണമെങ്കിൽ ഞാനും നിങ്ങളും പ്രതികരിക്കേണ്ടപ്പോൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. കൈയടിച്ചു പോകുവാൻ വിധിക്കപ്പെട്ടവരല്ല നമ്മൾ. അത് നമ്മൾ പ്രതികരണ ശേഷി കാണിക്കുമ്പോൾ അങ്ങ് മുകളിൽ ഇരിക്കുന്നവർ മുതൽ താഴെ വരെയുള്ള എല്ലാ നേതാക്കന്മാരും നമ്മെ ശ്രദ്ധിക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന നീതി നടത്തിത്തരും. അല്ലാത്തിടത്തോളം കാലം നമുക്ക് കൈയടിച്ച് പിരിഞ്ഞു പോകാമെന്നുള്ളത് മാത്രമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ഇത് പല പ്രാവശ്യമായി യുവജനങ്ങളുടെ വേദിയിൽ ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന യുവജനങ്ങളിൽ പലരും ഈ വിഷയങ്ങൾ നേരിട്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒന്നാമത് ക്രിസ്തു, രണ്ടാമത് സഭ, അതിന് താഴെ മറ്റുള്ളതൊന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് കൈയടിക്കുന്ന നമ്മളിൽ പലർക്കും ക്രിസ്തുവിനും സഭയ്ക്കും മുകളിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും. അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു, അവന്റെ സഭ, അതിന് താഴോട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ശൈലി. അങ്ങനെ വന്നാൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടവർ നമ്മെ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ ഉണ്ടാകണം. മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വരുമ്പോൾ നമ്മുടെ ആവലാതി പറഞ്ഞതുകൊണ്ടോ മാത്രം തീരുന്നതല്ല ഇത്. ശ്രദ്ധിക്കപ്പെടുവാൻ പ്രതികരണങ്ങളാണ് ആവശ്യം. അതുകൊണ്ട് വേറെ വിധത്തിൽ പ്രതികരിക്കുവാൻ നമുക്കിടയാകണം എന്നുള്ളത് യുവജനങ്ങളോട് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. വാക്കുകളെ ചുരുക്കും. അനുഗ്രഹ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിച്ച അഭിവന്യ തിരുമനസിന്റെ തൃഭാഗത്തിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു.
ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ആദരണീയനായ ശ്രീ ജോൺ തോമസ് അവരുടെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിനന്ദനായ യോഹന്നാൻ മാർ പോളികോർപ്പസ് തിരുമേനി, ആമുഖമോ അവതരണമോ ആവശ്യമില്ലാത്ത കേരളത്തിലെ ജനങ്ങളുടെ നേതാവ്, ഓർത്തഡോക്സ് സഭയുടെ ധാർമ്മിക പ്രശ്നങ്ങളിലും ഓർത്തഡോക്സ് സഭയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലും സഭയോട് 100% കൂറ് പുലർത്തുന്ന കേരളത്തിലെ പ്രിയങ്കരനായ KPCCയുടെ പ്രസിഡന്റ്, ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ശ്രീ രമേശ് ചെന്നിത്തല MLA, ഈ സമ്മേളനത്തിൽ യുവജന സന്ദേശം നൽകിയ പ്രിയങ്കരനായ ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഇവിടെ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ഡോക്ടർ അബ്രഹാം മാർ സറാഫി മെത്രാപ്പോലീത്ത, സ്വാഗതം ആശംസിച്ച OCYM-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ജസനച്ചൻ, ഇവിടെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ്, ഡോക്ടർ ബിനോയ് ടി തോമസ്, ഫാദർ മാത്യൂസ് ടി ജോൺ, ഏറെ ബഹുമാനായ ഔഗേൻ റോബാച്ചൻ, ശ്രീ കുരനു ടി തോമസ്, ബഹുമാനായ ശ്രീ ലാൽ വർഗീസ്, ശ്രീ ജേക്കബ് തോമസ് അരികുളം, റവറൻ ഫാദർ ബിജി ജോൺ, റവറൻ ഫാദർ ജോൺ ചാക്കോ, റവറൻ ഫാദർ മാത്യു അബ്രഹാം, ശ്രീ ബിജു മാത്യു, ശ്രീ ജോജി പി തോമസ്, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഈ പരിപാടിയുടെ ജനറൽ കൺവീനറുമായ എൻ്റെ സുഹൃത്തുമായ ശ്രീ ജേക്കബ് ഉമ്മൻ, അഭിനന്ദരായ സഹോദരി സഹോദരന്മാരെ, വന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, പരിശുദ്ധനായ പെരുമല തിരുമേനിയുടെ 111ാമത് ഓർമ്മപ്പിന്റെ നാളുകളോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ഈ യുവജന സമ്മേളനത്തിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളോടൊപ്പം എന്നെ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതിനും പരിമല സെമിനാരി മാനേജരോടും ഈ പെരുന്നാൾ കമ്മിറ്റിയോടുമുള്ള നിസ്സീമമായ നന്ദി ആമുഖമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. പരിമല തിരുമേനി ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നിരവധി ആത്മീയ പ്രഭാഷണങ്ങളുടെയും പ്രസംഗങ്ങളുടെയും നാം കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. തിരുമേനിയുടെ 111ാമത് ഓർമ്മ ഇവിടെ ആചരിക്കുമ്പോൾ വരുന്ന ഒരാഴ്ച ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം ഇവിടെ വരാൻ പോവുകയാണ്. പരിമല തിരുമേനിയുടെ വിശുദ്ധിയും പ്രാർത്ഥനയും ഈ സഭയ്ക്ക് വേണ്ടത്രത്തോളം യശസ്സും ഉയർച്ചയും ഉണ്ടാക്കി തന്നിട്ടുണ്ടോ എന്നുള്ളത് നിസ്സംശയമാണ്. ഇവിടെ ഇന്ന് നടക്കുന്ന യുവജന സമ്മേളനത്തിൽ പരിശുദ്ധന്മാരെ കുറിച്ചുള്ള ഓർമ്മ സഭ ആചരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തെ ആസ്പദമാക്കി നാം പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നീതിമാന്മാരെ കുറിച്ചും പരിശുദ്ധന്മാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 7-ാം വാക്യം നീതിമാന്മാരെ കുറിച്ചുള്ള ഓർമ്മ അനുഗ്രഹീതമാകട്ടെ എന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ അങ്ങ് ദക്ഷിണമുറിയിൽ വേൾഡ് ക്രിസ്ത്യൻ കൗൺസിൽ സമ്മേളനവും നടക്കുകയാണ്. 30-ാം തീയതി മുതൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം അവിടെ നടക്കുമ്പോൾ ഇവിടെ പരിശുദ്ധ തിരുമേനിയുടെ ഓർമ്മ ഓർത്തഡോക്സ് സഭ മാത്രമല്ല പൊതുസമൂഹവും ലോകത്തെ മുഴുവൻ ജനങ്ങളും ആചരിക്കുകയാണ്. അവിടെ ഉയർത്തുന്ന ആശയം വേൾഡ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ മുദ്രാവാക്യം ജീവനാഥ നീതിയും സമാധാനവും നടത്തണമേ എന്നുള്ളതാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ അഭിമന്യനായ അധ്യക്ഷൻ തിരുമേനി പരിശുദ്ധനായ ബഹുമാനായ KPCC പ്രസിഡന്റിനോട് ഈ സഭയ്ക്ക് വേണ്ടി അഭ്യർത്ഥിച്ചത് ഈ സഭയ്ക്ക് നീതിയും സമാധാനവും നടത്തിത്തരാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി അങ്ങേക്കുണ്ടാകണം എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരാളെന്ന നിലയിൽ, അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ അവസരം കിട്ടുന്നയാളെന്ന നിലയിൽ അഭിനന്ദനായ തിരുമേനിമാരും ഓർത്തഡോക്സ് സഭയുടെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഈ സഭയുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാപൂർവ്വം അദ്ദേഹം കാതുവെക്കുകയും അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. ഞാൻ ആ വിഷയം വിടുകയാണ്. തിരുമേനിയുടെ ജീവിത വിശുദ്ധി ഇവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നാനാജാതി മതസ്ഥർ ഈ പരിമലയുടെ കബറിലേക്ക് ഒഴുകി വരികയാണ്. എന്താണെന്ന് കാരണം? തിരുമേനി ആരായിരുന്നു? തിരുമേനി 9-ാമത്തെ വയസ്സിൽ ഒരു ശമാശനായി, 24-ാമത്തെ വയസ്സിൽ തിരുമേനി റംബാനായി, 28-ാമത്തെ വയസ്സിൽ തിരുമേനി മെത്രാപ്പൊലീത്തയായി ഈ സഭയ്ക്ക് ആത്മീയ നേതൃത്വം നൽകിയയാളാണ്. ഇന്ന് നേരത്തെ ഇവിടെ ആരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ മൊബൈൽ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ
യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ നടന്നും കഷ്ടപ്പെട്ടും ആത്മീയ കർത്താവിൻ്റെ ദാസനായി ജീവിച്ച തിരുമേനിയുടെ ഓർമ്മ ഇവിടെ വാഴമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആശീർവദിക്കുമ്പോൾ ഇവിടെ ഭക്തന്മാർക്ക് ഒട്ടനവധി അനുഭവ സാക്ഷ്യമാണ് കേൾക്കാനുള്ളത്, അറിഞ്ഞിട്ടുള്ളത്. തിരുമേനി പഠിപ്പിക്കുന്നു. എന്താണ് യുവാക്കളോട് തിരുമേനി എന്താണ് പറഞ്ഞത്? തിരുമേനി പറഞ്ഞത് പ്രാർത്ഥന ജീവിതത്തിന്റെ ആശ്രയമെന്നാണ്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ലോകത്തെ കീഴടക്കാൻ കഴിഞ്ഞ, ആകാശത്ത് അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവർത്തനം വായിക്കുമ്പോൾ നിരവധിയായി പറയാനുണ്ട്. അതൊക്കെ ഇവിടെ ആത്മീയ നേതാക്കന്മാർ പറയുമെന്നുള്ളത് കൊണ്ട് ഞാൻ നടത്തുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. മഴയെ പോലും നിയന്ത്രിക്കാനുള്ള ശക്തി തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം നേടിയിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭയുടെ പ്രശ്നങ്ങളിൽ തിരുമേനിയുടെ പ്രാർത്ഥന എന്നുണ്ടാകും. ഇവിടെ ആഗോളതലത്തിൽ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഉദ്ഘാടകനും യുവജന സന്ദേശകനും സൂചിപ്പിച്ചു. 2020 ആകുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ്. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഇത്രയേറെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടും, ഇത്രയേറെ കാഴ്ചപ്പാടുമൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്നും ആടി ഉലഞ്ഞു പോകാത്ത ഒരു രാജ്യത്തിന്റെ ശേഷിയുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. എന്താണ് അതിന് കാരണം? നമുക്കറിയാം, ഒരു വട്ടക്കണ്ണാടിയും ഒരു ജോഡി വിധിയിലെ ചെരുപ്പം ഒരു ദോസ്തുമുണ്ടുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച മഹാത്മാഗാന്ധി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധികാരമേൽക്കുമ്പോൾ അദ്ദേഹം നെഹ്റുവിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ രാജ്യത്ത് വികസനം നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രന്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ ദരിദ്രർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നിങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാനൽ നടത്തിയ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിംഗ് കണ്ടു. ആത്മീയതയുടെ പേരിൽ പ്രായമുള്ളവരെ കൊണ്ട് തള്ളിയിട്ട് പോകുന്ന ചിത്രം. എവിടെയാണ് നമ്മുടെ ആത്മീയത? പ്രായമുള്ളവരെ സ്നേഹിക്കുകയും പ്രായമുള്ളവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഊർജം ഈ സമ്മേളനത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിനന്ദനായ പരിമളത്തിനുമേനോട് അദൃശ്യമായ ശക്തിയും കൃപയും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച ജോൺ തോമസ് സാറുകൾക്ക് നന്ദി. അടുത്തതായി യുവജന സംഗമത്തോട് അനുബന്ധിച്ച് നടത്തുന്ന അനുമോദന സമ്മേളനമാണ്. ഈ അനുമോദന ചടങ്ങിൽ ആദരം ഏറ്റുവാങ്ങുന്ന വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനായി OCYM കേന്ദ്ര വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ മാത്യൂസ് ടി ജോൺ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രസിഡന്റ് തിരുമേനി, KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളും, 1.5 മണിക്ക് മുൻപ് നമ്മുടെ പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിച്ച് സൺഡേ സ്കൂളുകാരുടെ പ്രോഗ്രാമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നീട്ടി അനുമോദനം കൊണ്ടുപോകുന്നതിനായി ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ മലങ്കര സഭയുടെ അഭിമാനവും യുവജന പ്രസ്ഥാനത്തിൽ പ്രവൃത്തി പരിചയമുള്ള ഭാരവാഹികളായിട്ടിരുന്നിട്ടുള്ളവരെയും അനുമോദിക്കുക എന്നുള്ളതാണ് ഈ യുവജന സമ്മേളനത്തോടനുബന്ധിച്ച് ഉദ്ദേശിക്കുന്നത്. കർത്തവ്യത്തിലേക്ക് തന്നെ നേരെ കടക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പത്തനാപുരം മാർ ലാസറസ് ഓർത്തഡോക്സ് ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുകയും മികച്ച ജില്ലാ പഞ്ചായത്തായി 2012 പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാര അവാർഡ് നേടി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിനെ കേരളത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തായി ഉയർത്തുകയും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൽപ്പെട്ട പത്തനാപുരം മാർ ലാസറസ് ഓർത്തഡോക്സ് വലിയപള്ളി ഇടവാങ്ങ് ശ്രീ ബാബു ജോർജ് അവറുകൾ, ഞങ്ങൾ രണ്ടും പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തിൽപ്പെട്ട അംഗങ്ങളാണെന്നുള്ളതിൽ ഞാനും അഭിമാനിക്കുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിലൂടെ കടന്നു വന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിനെ മികച്ച പഞ്ചായത്തായി ഉയർത്തുന്നതിൽ അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവർ ഓർപ്പിക്കുന്നത്, അദ്ദേഹത്തോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി പ്രവൃത്തി പരിചയം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാൻ സൗലഭ്യം. KPCC പ്രസിഡന്റിനോടൊപ്പം പ്രവർത്തിച്ചത് ഭാവിയിൽ KPCCയുടെ വൈസ് പ്രസിഡന്റും MP-യും MLA-യും മന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആകാൻ പരിശുദ്ധ പരിമളത്തിനുവേണ്ടി അനുഗ്രഹിക്കുന്ന ശ്രീ ബാബു ജോർജിന് സാധിച്ചു എന്നതിൽ തീർച്ചയായും അഭിനന്ദിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന്റെ പേരിലുള്ളതായ എല്ലാവിധമായ
അനുമോദനങ്ങളും ഭാവുകങ്ങളും ശ്രീ ബാബു ജോർജിന് സമർപ്പിക്കുകയാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവர்கள் ബാബു ജോർജിന് യുവജന പ്രസ്ഥാനത്തിന്റെ ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ ബിനോയ് ടി തോമസ് തുമ്പമൺ ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. MJ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബോട്ടണിയിൽ PhD ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. PhD പഠന കാലയളവിൽ 8 പുതിയ തരം സൂക്ഷ്മ സസ്യങ്ങളെ കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിൽ നിന്ന് പരിചയപ്പെടുത്തി അതിന് പേര് നൽകി. ശാസ്ത്ര ലോകത്തേക്ക് പരിശുദ്ധ പരിമല തിരുമേനിയുടെയും പൗരസ്ത്യ കാതോലിക്ക സിംഹാസനത്തിന്റെയും പേരുകൾ ഉയർത്തിക്കാട്ടുന്നതിൽ ഡോക്ടർ ബിനോയ് ടി തോമസ് സഭയോട് പ്രതിബദ്ധത കാട്ടിയ ഒരു യുവ അധ്യാപകനാണ്. പുതിയ സസ്യങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് റോയ കാതോലിക്കേറ്റ് എന്നും പെനിയ ഗ്രിഗോറിയോസ് എന്നുമാണ്. അങ്ങനെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പേരും പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ പേരും ശാസ്ത്ര ലോകത്തിന് അപാര സംഭാവനയായി നൽകിയ നമുക്ക് അഭിമാനിക്കാവുന്ന ഡോക്ടർ ബിനോയ് ടി തോമസ് പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ ബോട്ടണി അധ്യാപകനായി ഇപ്പോൾ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. നാളെ ഗ്രിഗോറിയൂസും കാതോലിക്കേറ്റുമൊക്കെ ശാസ്ത്രനാമങ്ങളായി ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, അതിനു പിന്നിൽ പൗരസ്ത്യ സഭയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ധീരനായ നേതാവായ ശ്രീ ബിനോയ് ടി തോമസ് ആണ് എന്നുള്ളത്. പ്രത്യേകമായി അദ്ദേഹത്തെ അനുമോദിക്കുന്നു. ഇപ്പോൾ യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ യുഹാനന്മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന്റെ നന്ദി നൽകുന്നു. ഇവിടെ ഈ വേദിയിൽ ഉണ്ടായിരുന്ന പലരും നമ്മൾക്ക് പരിചിതരാണ്. മലങ്കര സഭയുടെ അഭിമാനമാണ്. ശ്രീ ജേക്കബ് തോമസ് അരികുപുറം സീതാറാം മിൽസിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സന്നിച്ചായ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിരണം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ശ്രീ ലാൽ വർഗീസ് കൽപ്പകവാടി ഹോർട്ടികോർപ്പ് ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നു. കൊല്ലം ഭദ്രാസനത്തിലെ തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമാണ്. അദ്ദേഹവും വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ സമയത്ത് അനുമോദിക്കുന്നു. ശ്രീ ജോൺ ജേക്കബ് വള്ളക്കാൽ ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാനായി സേവനമനുഷ്ഠിക്കുന്നു. മലങ്കര സഭയുടെ അഭിമാനമാണ്. അദ്ദേഹം പരിമല സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമാണ്. അദ്ദേഹത്തെയും ഈ സമയത്ത് അനുമോദിക്കുന്നു. അതുപോലെ മലബാർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ കല്ലടിക്കോട് ഗ്രൂപ്പ് ഓർഗനൈസർ ശ്രീ ജിതിൻ രാജ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2012 മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് നേടിയത് നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൽ നിന്നുള്ളതായ ശ്രീ ജിതിൻ രാജാണ്. അദ്ദേഹം മലബാറിൽ നിന്ന് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തെയും ഈ സമയത്ത് പ്രത്യേകമായി അനുമോദിക്കുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് തോമസ് വൈദ്യൻ കൊല്ലം ഭദ്രാസനത്തിൽ തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് പള്ളി ഇടവാംഗമാണ്. കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് തോമസ് വൈദ്യനെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രത്യേകമായി ഈ സമയത്ത് അദ്ദേഹത്തെ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് പല വ്യക്തിത്വങ്ങളും യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരും സഭയുടെ നേതൃത്വത്തിലുള്ളവരുമായ അനേകം ആളുകൾ ഇവിടെ നമ്മുടെ ഒപ്പമുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അനുമോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജസനച്ചൻ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുൻപ് യുവജന പ്രസ്ഥാനത്തെ ശ്രേഷ്ഠമായി നയിച്ച് പ്രസിഡന്റ് തിരുമേനിയുടെ താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ വർഗീസ് അച്ഛൻ വളരെ ശ്രേഷ്ഠമായി യുവജന പ്രസ്ഥാനത്തെ നയിച്ചു എന്നുള്ളത് ഇത്തരണത്തിൽ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ സേവന കാലയളവിൽ മികച്ച ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും യുവജന പ്രസ്ഥാനത്തിന് പുതിയ ദിശാബോധം നൽകുന്നതിനും പ്രസിഡന്റ് തിരുമേനി അഭിമന്യ യുഹാനന്മാർ പോളിക്കർപ്പോസ് മെത്രാപ്പൊലീത്തയോടൊപ്പം നിന്ന് സജീവമായി പ്രവർത്തിക്കുന്നതിന് ദൈവം അദ്ദേഹത്തിന് വഴിയൊരുക്കി. വളരെ സന്തോഷം. ബഹുമാനപ്പെട്ട സ്റ്റീഫൻ വർഗീസ് അച്ഛന് യുവജന പ്രസ്ഥാനത്തിന്റെ ഉപഹാരം ഇപ്പോൾ യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി PY ജസനച്ചൻ സമർപ്പിക്കുകയും ചെയ്തു. ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛനുള്ളതായ ഉപഹാരം അത് പിന്നീട് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വന്നിട്ടുള്ളതായ എല്ലാവരും
പലരിലും പല വിധത്തിലുള്ളതായ പ്രാഗൽഭ്യം തെളിഞ്ഞു നിൽക്കുന്നു. നമ്മുടെ യുവജനങ്ങളുടെ ചേതന ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടുവാൻ യുവജന പ്രസ്ഥാനത്തിന് സാധ്യമാണ്. പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്ക് പലരും കടന്നു വരുമ്പോൾ അവരെ രാഷ്ട്രീയ സാമൂഹ്യ ലോകം ഉറ്റുനോക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്തരത്തിൽ ഒരുക്കത്തോട് പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാന പ്രവർത്തകർ വിവിധ ദേവാലയങ്ങളിലും മുൻപോട്ട് കടന്നു വരുവാൻ തക്കോളം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാ അനുമോദനങ്ങളും ഭാവപൂർവ്വം ഈ സമയത്ത് അർപ്പിക്കുകയും ചെയ്യും. മുൻ സെക്രട്ടറിക്ക് ഭാരം കൂടുതൽ എത്തിയില്ല. ഞാൻ ഇപ്പോൾ ഒരു ബൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നോട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തിനും ഒരു ബൊക്കെ തന്ന് ഞങ്ങൾ ആദരിക്കുന്നതായിരിക്കും. ദയവായിട്ട് സ്റ്റേജിലേക്ക്. യുവജന പ്രസ്ഥാനം ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ കൗണ്ടി ക്രിക്കറ്റ് മത്സരം നടത്തുകയുണ്ടായി. 28 ടീമുകളാണ് പങ്കെടുത്തത്. ആ ടീമുകളിലെ വിജയികൾക്കുള്ള ട്രോഫികളും അതിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കളിക്കാർക്കുമുള്ള സമ്മാനങ്ങളും ഇവിടെ ബഹുമാന്യനായ രമേശ് ചെന്നിത്തല നൽകുകയാണ്. വന്നിട്ടുള്ള ടീമുകൾ ദയവായി അകത്തേക്ക് പ്രവേശിക്കേണ്ടതാണ്. ക്രിക്കറ്റ് മത്സരത്തിൽ വിന്നേഴ്സ് ട്രോഫി എയർറോവൻ ട്രോഫി നേടിയിരിക്കുന്നത് പുത്തങ്കാവ് സെന്റ് മേരീസ് കത്തീഡ്രലാണ്. വായുവിൽ മത്തായിക്കൽ മെമ്മോറിയൽ എയർറോവൻ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹാപ്പി ഹോം കൺസ്ട്രക്ഷൻ തോമസ് ഡി ജോൺ നെല്ലിമല. അതിനോടൊപ്പമുള്ള ക്യാഷ് പ്രൈസും വാങ്ങുന്നതിന് വേണ്ടി ടീം അംഗങ്ങൾ മുന്നോട്ട് വരേണ്ടതാണ്. ഫസ്റ്റ് റണ്ണറപ്പായിട്ട് വന്നിരിക്കുന്നത് അറത്തിൽ സെന്റ് ജോർജ് മഹായിടവകയാണ്. പുത്തങ്കാവത്തെ ക്യാപ്റ്റൻ വേദിയിലേക്ക് കയറേണ്ടത്. മഹായിടവക ടീമാണ്. കളിയിൽ മാൻ ഓഫ് ദി സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സിജിൻ മത്തായി അറത്തിൽ. മാൻ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത് ജസ്റ്റി ജോർജ് പുത്തങ്കാവ്. ബെസ്റ്റ് ബാറ്റ്സ്മാനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജിബിൻ ജോൺ ചെറിയാൻ സെന്റ് ഇഗ്നേഷ്യസ്. ബെസ്റ്റ് ബൗളറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലിജോ വർഗീസ് പുത്തങ്കാവ്. ബെസ്റ്റ് ഓൾറൗണ്ടറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സിജിൻ മത്തായി അറത്തിൽ മഹായിടവക. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന ശ്രീ ബാബു ജോർജ് സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ഏതാനും വാക്കുകളിൽ സംസാരിക്കും. അഭിമന്യ യൂഹാനന്മാർ കോഴിക്കോട് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല MLA, സന്ദേശം നൽകിയ ഷെയ്ഖ് പി ഹാരിസ്, വേദിയിൽ സദസ്സിലുള്ള ബഹുമാന്യൻ. ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നെനിക്കറിയാം. ഞാനൊരു പ്രസംഗത്തിന് മുതിർന്നില്ല. ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനം മികച്ച
മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആ ജില്ലാ പഞ്ചായത്തിനെ നയിക്കാൻ കഴിഞ്ഞ 2.5 വർഷക്കാലം എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് അംഗീകരിച്ച് ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിന് ദേശീയ അവാർഡ് ലഭിച്ചു. ആ അവാർഡ് അംഗീകരിച്ച് യുവജന പ്രസ്ഥാനം ഇവിടെ വിളിച്ചു വരുത്തി പരിശുദ്ധ പരമരത്തിന് വേണ്ടിയുള്ള സന്നിധാനത്തിൽ സന്നിധിയിൽ വെച്ച് എനിക്ക് നൽകിയതിനുള്ള സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഇവിടുത്തെ ഈ ദേവാലയത്തിലെ പരിശുദ്ധ പരമരത്തിന് വേണ്ടി അഭയം പ്രാപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനാണ്. ഇവിടെ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും കുടുംബമായി വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ച് ഒരു പൊതുപ്രവർത്തകന് കിട്ടിയ അംഗീകാരം, അതുപോലെ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിലെ നമുക്കെല്ലാം കേരള രാഷ്ട്രീയത്തിൽ ഉജ്ജ്വല തേജസ്സായി തിളങ്ങി നിൽക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ അവസരം കിട്ടിയതിലും ഞാൻ ധന്യനാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പരിശുദ്ധ തിരുമേനി പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുന്നെങ്കിലും ദൈവത്തിലും സഭയിലും പരിപൂർണമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ 1-ാം സ്ഥാനം ദൈവത്തിനും പരിശുദ്ധ സഭയ്ക്കും തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളുകളിൽ രാഷ്ട്രീയത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ എത്തിച്ചെന്നാലും സഭയോടും ദൈവത്തോടുമുള്ള പൂർവ്വം വിശ്വാസവും എന്നും കാത്തു സൂക്ഷിക്കും എന്ന് പറയുവാനും എനിക്ക് മടിയില്ല. അത് രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. ഒരു നല്ല പൊതുപ്രവർത്തകൻ എന്നുള്ള അംഗീകാരം ലഭിച്ച എന്നെ ഇവിടെ വിളിച്ച് അനുമോദിച്ച ഇതിൻ്റെ പ്രസിഡന്റ് ജസനച്ചൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും അഭിവന്യ തിരുമേനിമാരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമ്മൾ പറയുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. എല്ലൂപ്പാറ ഡിവൈൻ വോയിസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീർത്ഥയാത്ര എന്ന പരിമല പദയാത്രാ ഗാനങ്ങൾ ഇവിടെ ലഭ്യമാണ്. അത് വാങ്ങിക്കൊണ്ടുപോകുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം അറിയിക്കുന്നു. ലോകത്തിൻ്റെ അധ്യക്ഷൻ യുവന്മാർ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല MLA, ഇവിടെ യുവജന സന്ദേശം നൽകിയ ശ്രീ ഷിപ്പി ഹാരിസ്, ശ്രീ ജോൺ തോമസ്, ശ്രീ സാബു ജോർജ്, യുവൻ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഭാരവാഹികളെ, യുവൻ പ്രസ്ഥാന പ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഓർത്തഡോക്സ് ക്രൈസ്തവ യുവൻ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇന്ന് മഹത്തായ ഈ ദേവാലയത്തിൽ വെച്ച് നടന്ന യുവജന സംഗമം. തീർച്ചയായും വളരെ സമ്പുഷ്ടമായ സമ്മേളനമാണ് ഇവിടെ നടന്നത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. സമയപരിമിതി മൂലം ഒരു പ്രസക്തി ഞാൻ തരുന്നില്ല. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഈ മഹത്തായ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച യുവൻ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര പ്രസിഡന്റ്, പ്രസ്ഥാനത്തെ നയിക്കുന്ന ആദ്യനായ അഭിമന്യ യുവനന്മാർ പോൾക്കപ്പോസ് മെത്രാപ്പോലത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് KPCCയുടെ പ്രസിഡന്റും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൽ തിളക്കമാർന്ന സാന്നിധ്യമായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല MLA ആണ്. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല വളരെ തിരക്കുള്ള വ്യക്തിയാണ്, നമുക്കൊക്കെ അറിയാം. എങ്കിൽ പോലും ആ സമയ പരിമിതികളിൽ നിന്നുകൊണ്ട് അദ്ദേഹം നമ്മുടെ ഈ സമ്മേളനത്തിൽ ചേരുകയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും വളരെ സമ്പുഷ്ടമായ ഒരു പ്രസംഗം നൽകിയ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല MLA നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ യുവജന സന്ദേശം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഷിപ്പി ഹാരിസ്, അദ്ദേഹം കേരളത്തിലെ യുവജനങ്ങളുടെ ഒരു മുഖമാണ്. അദ്ദേഹം വളരെ നല്ലൊരു യുവജന സന്ദേശമാണ് ഇവിടുത്തെ യുവജനത്തിന് നൽകിയത്. വളരെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് യുവജന സന്ദേശം നൽകിയ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഷിപ്പി ഹാരിസിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ അനുഗ്രഹഭാഷണം നടത്തിയ അഭിമന്യ ഡോക്ടർ എബ്രഹാം സറാഫി മെത്രാപ്പൊലീത്തത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത്, എനിക്കൊപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന, ഇപ്പോഴും ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺ തോമസ്, അദ്ദേഹത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ആദരവേറ്റ് വാങ്ങിയ
പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു ജോർജ്, അതുപോലെ യുവന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്ന ഭാരവാഹിയായിരുന്ന ഇവിടെ ആർഗ്യമേറ്റ് വാങ്ങിയ ശ്രീ ബിനോയ് തോമസ് ഇന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. യുവന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഈ പ്രവർത്തകരാകെ ചുക്കാൻ വഹിച്ച ശ്രീ റവറൻ ഫാദർ മാത്യു ജോണുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. യുവപ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ഈ പ്രവർത്തനകാലമാനം നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട ജസ്നത്തിനുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ ഈ യുവന സമ്മേളനത്തിന് എല്ലാവിധമായ ക്രമീകരണങ്ങളും നൽകിയ സഹായം ചെയ്തെന്ന പരിമല സെമിനാരി മാനേജർ വലിയ റവറൻ ഔഗൻ റംബാച്ചനാണ്. അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മുടെ അഖണ്ഡ പ്രവർത്തനം അടക്കം യുവന സംഘം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ സജ്ജീകരണങ്ങളും ആവശ്യമായ ക്രമീകരണം ചെയ്ത് നൽകിയ അതിലുള്ള നന്ദി യുവന പ്രസ്ഥാനത്തിലുള്ള നന്ദി വിഷയം. ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത റവറൻ ഫാദർ ബിജി ജോൺ, റവറൻ ഫാദർ ജോൺ ചാക്കോ, റവറൻ ഫാദർ മാത്യു ഇബ്രാഹാം, ശ്രീ ബിജു മാത്യു, ശ്രീ ജോജി പി തോമസ്, യുവന പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്ര ഭാരവാഹികളായ ശ്രീ തോമസ് വർഗീസ്, ശ്രീ സജി ചോലൂർ, യുവന പ്രസ്ഥാനത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി, നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ സ്റ്റീഫൻ വർഗീസ് അച്ഛനുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. കേന്ദ്ര സെക്രട്ടറി JC കരിങ്ങാട്ടിൽ, കേന്ദ്ര ഭാരവാഹികൾ, അതുപോലെ ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ പേരുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ ഗാനാർച്ചന നൽകിയത് നമുക്ക് ഇവർക്കും അറിയാം. എടനാട് സെൻറ് മേരീസ് പള്ളിയിലെ സംഘമാണ്. അവിടെ നേരത്തെ ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ നല്ല ഒരു ഗാന അർച്ചന നടത്തിയ മധുരമായ ഗാനങ്ങൾ ആലപിച്ച ആ സംഘത്തിലുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. തന്നെ ഇവിടെ കോമ്പയർ ചെയ്ത നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീമതി കുമാരി സ്റ്റെഫി, അതുപോലെ എക്സിക്യൂട്ടീവ് അംഗം ശ്രീമതി കുമാരി ജിഷ, ഇതിനുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. മുഴുവൻ പേരുള്ള ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർ, പ്രത്യേകിച്ച് നമ്മുടെ പരിമല നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇവിടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. യുവന പ്രസ്ഥാനത്തിൻ്റെ വിവിധ പ്രകാശനത്തിലുള്ള മുഴുവൻ പ്രകാശന പ്രവർത്തകരുള്ള നന്ദിയും സ്നേഹവും സമൂഹ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഹോളിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ആ ഭക്ഷണം കൂടെ വാങ്ങിക്കൊണ്ട് പോകണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെ ഒരിക്കൽ കൂടി യുവന പ്രസ്ഥാനം കേന്ദ്ര കമ്മിറ്റി പേരുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാതോലിക്കാമകളത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അതിനു മുമ്പ് സാധാരണഗതിയിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ വന്നാൽ മീറ്റിംഗ് കഴിയുന്നത് വരെ ഇരിക്കാതെ ഒരു പ്രത്യേക നന്ദി രണ്ട് അറിയിപ്പുകൾ കൂടി. അഖിലമലങ്കര അടിസ്ഥാനത്തിൽ ഗ്രിഗോറിയോ നെഹ്റോ എക്സ്പോസിഷൻ 2013 നവംബർ മാസം 9 കൊല്ലം പുത്തൂർ സെന്റ് ജോർജ് ലിവലിയിൽ വെച്ച് നടത്തുന്നു. ഫസ്റ്റ് പ്രൈസ് ട്രോഫി ആൻഡ് 5,000 rupees, സെക്കൻഡ് പ്രൈസ് ട്രോഫി ആൻഡ് 3,000 rupees, തേർഡ് പ്രൈസ് ട്രോഫി ആൻഡ് 2,000 rupees. കുട്ടപ്പേരൂർ MGM OCYM-ന്റെ ദേവാലയ ദുദാശയോട് അനുബന്ധിച്ച് ഡിസംബർ 1 ഉച്ചയ്ക്ക് 1:30 മുതൽ അഖിലമലങ്കര ക്രിസ്മസ് നടത്തുന്നു. അതിലും വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ളവർ പങ്കെടുക്കേണ്ടതാണെന്നുള്ള അറിയാം. Vamos
നമ്മുടെ എല്ലാവരോടും കൂടെ നാളുണ്ടായിരിക്കുമാറാകട്ടെ. യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, രാപ്പകലവനെ ആരാധിക്കാം. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, രാപ്പകലവനെ ആരാധിക്കാം. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. ഹൃദയം തകരും വേളകളിൽ ആശ്വാസമായവൻ ചാരയുണ്ട്. ഹൃദയം തകരും വേളകളിൽ ആശ്വാസമായവൻ ചാരയുണ്ട്. അവൻ മയങ്ങുകില്ല, അവൻ ഉറങ്ങുകില്ല, കാവലായെന്നും കൂടെയുണ്ട്. അവൻ മയങ്ങുകില്ല, അവൻ ഉറങ്ങുകില്ല, കാവലായെന്നും കൂടെയുണ്ട്. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. കണ്ണീർ താഴ്വരയിൽ നടന്ന ജീവജലാശയമാക്കുമവൻ. കണ്ണീർ താഴ്വരയിൽ നടന്ന ജീവജലാശയമാക്കുമവൻ. മനം തകർന്നിടുമ്പോൾ, കരം കുഴഞ്ഞിടുമ്പോൾ, ശാശ്വത ഭുജത്താൽ താങ്ങിടുന്നു. മനം തകർന്നിടുമ്പോൾ, കരം കുഴഞ്ഞിടുമ്പോൾ, ശാശ്വത ഭുജത്താൽ താങ്ങിടുന്നു. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, രാപ്പകലവനെ ആരാധിക്കാം. വരുവിൻ വണങ്ങി നമസ്കരിക്കാം, രാപ്പകലവനെ ആരാധിക്കാം. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും ദയയുമുള്ളോ. വാഴ്ത്തുക നാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക.
സർവലോകനാം യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടുക. ഈ ഗാനാർച്ചനയ്ക്ക്